ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നീനസ് ക്രിയേറ്റിവിറ്റീസ്. ഇപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ ഫ്ലവർ ഉണ്ടാക്കുന്നത് കാണിക്കാനായിട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ഓരോരുത്തരും നമുക്ക് പിൻ ചെയ്ത് വെക്കാനൊക്കെ പറ്റിയൊരു ഫ്ലവറാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് സിമ്പിളാണ് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ കുറച്ച് കളർ A4 എടുത്തിട്ടുണ്ട്. ഞാൻ വയലറ്റ് കളർ A4 വെച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓറഞ്ച് ഞാൻ ചെയ്തത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, മറന്നുപോയി, സോറി. അപ്പോൾ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രീനുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഇത് ചെയ്യാനായിട്ട്. വയലറ്റ് കളർ പേപ്പർ ഞാൻ 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിന് നടുവിലൊരു ജസ്റ്റ് ഒരു മുട്ട പോലെ വെക്കാനായിട്ട് ഞാൻ വൈറ്റ് A4 എടുത്തിട്ടുണ്ട്. 1 എടുത്താൽ മതി. കളർ A4 ആകുമ്പോൾ 2 എടുക്കണം. പിന്നെ എൻ്റെ അടുത്ത് 3 ഉണ്ട്. ഞാൻ 3 വെച്ച് ചെയ്യാൻ വിചാരിച്ചു, പക്ഷേ 2 കൂടെ തന്നെ നമ്മൾ ഒതുങ്ങിയിട്ടാ. നമുക്ക് വൈറ്റും കൂടി വരുന്നതുകൊണ്ട് 3 വേണ്ട, വരാത്തവരാണെങ്കിൽ 3 വേണ്ട. പിന്നെ ഞാൻ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട്. ഇതെന്തിൻ്റെ ഒരു ഒരു ഡാൽഡയുടെ എന്തോൻ്റെ ഒരു നെയ്യിൻ്റെയോ എന്തിൻ്റെ ഒന്നാണ് കേട്ടോ. നമ്മുടെ നെയ്യിൻ്റെ എന്തോ നോക്കുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ അതിൽ കുറേ ഇതേ സൈസിൽ കുറേ വട്ടങ്ങൾ വരച്ചെടുക്കുക. ഒരേ സൈസിൽ വരച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ എനിക്ക് കഴിയുക ഇതിലൊരു 6 കഴിയും ഒരു A4 നമുക്ക് ഇത്ര വലിപ്പമുള്ള വട്ടാണെങ്കിൽ. നിങ്ങൾ വള വെച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളെ വള വെച്ചോ അതോ കുറച്ചും കൂടിയൊക്കെ വലിപ്പമുള്ളവരെ വള വെച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ കുഞ്ഞതേക്ക് കേട്ടോ. ഇപ്പോൾ ഞാൻ അടുപ്പ് എടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു കറക്റ്റ് നമുക്ക് ഏത് അളവിലും അടപ്പുണ്ടാവുമല്ലോ, വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു അടപ്പ് എടുത്ത് വരച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിനി അതുപോലെ മുഴുവനായിട്ട് വരച്ചെടുക്കണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പം നമുക്കിത് മുഴുവനായിട്ട് വരച്ചെടുക്കാം. ഞാനിത് മുഴുവനായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മുഴുവനായിട്ട് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു പർപ്പിൾ കളറായതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് കാണൂല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് വെട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു വട്ടത്തിലല്ലേ വേണ്ടത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നടുമടക്കുക. ഞാൻ വെട്ടമാണ് എടുത്തിരിക്കുന്നത്, സ്ക്വയർ സർക്കിൾ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അതുപോലെ മടക്കുക. സൈഡ് ഭാഗത്തേക്ക് മടക്കണം, നേരെ മടക്കണം. ദെൻ ഇതുപോലെ അതർ സൈഡിലേക്ക് അതുപോലെ മടക്കുക. ദെൻ മറ്റേ സൈഡും അതുപോലെ മടക്കുക. അപ്പോൾ ശരിക്ക് കണ്ടോ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങോട്ടും മടക്കുക, അതുപോലെ അങ്ങോട്ടും മടക്കുക കേട്ടോ. ശരിക്കും കണ്ടോ കേട്ടോ. എന്നാലും നമ്മുടെ കറക്റ്റ് ആവുള്ളൂ. ഇതാണ് നമ്മുടെ ഈ ഫ്ലവറിനെ നമ്മൾ കൊണ്ടുപോകുന്നൊരു കാര്യം, മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു കാര്യം ഇതാണ് കേട്ടോ. ഇനി നമ്മൾ 3 ഇതളായിട്ട് ഇതിൽ മുറിച്ചെടുക്കണം. 3 ഇതളായിട്ട് മുറിക്കണം. 2 ഇതളായാലാണ് ബോറാവുക. 3 ഇതളായിട്ട് മുറിച്ചെടുത്ത് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് 3 ഇതളായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് കറക്റ്റാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ നമ്മൾ കത്തിരി വെച്ചിട്ട് അതുപോലെ അടിയിലേക്ക് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ വലിച്ചെടുക്കുക. കീറരുത് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവസാനം ഞാൻ കാണിച്ചത് അതുപോലെ ഇരിക്കും. എൻ്റെ കയ്യിൽ ഒരു പിങ്ക് ഷെയ്ഡ് എന്താ കാരണം എന്താ വെച്ചാൽ ഈ ഒരു കളർ പേപ്പർ കളർ ഇളകുന്നുണ്ട്. ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത്. കളർ നന്നായിട്ട് ഇളകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ
കറക്റ്റ് അതുപോലെ തന്നെ മേടിച്ച് ഇനി അതുപോലെ നമ്മുടെ എന്തെങ്കിലും സൂചിയാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതുപോലെ മുഴുവനായിട്ട് ആക്കിയെടുക്കണം കേട്ടോ. അതുപോലെ നമുക്ക് മുഴുവനായിട്ട് ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ട് പക്ഷെ മനസ്സിലാവില്ല, അത് ജസ്റ്റ് നന്നായിട്ടൊന്നും ആക്കിയില്ല. നന്നായിട്ട് ആക്കിയാൽ ചിലപ്പോൾ കീറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ എല്ലാം ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലവേഴ്സ് ആക്കിയെടുത്തിട്ടുണ്ട് മുഴുവനും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഗ്രീൻ പേപ്പറാണ്. ഗ്രീൻ കളർ പേപ്പർ നമ്മളൊരു ഹാഫ് പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് വെച്ച് നമ്മുടെ ഇതിനെ സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ എനിക്ക് കത്രികയൊന്നും വേണ്ട, അത് നടു മുറിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് നഖം വെച്ചിട്ട് ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നഖം നല്ല ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് ഇതുപോലെ ഞാൻ കാണിച്ചത് അതുപോലെ മുറിഞ്ഞുറിഞ്ഞു പോരും. അപ്പോൾ എനിക്കതിൻ്റെ ഒരു ആവശ്യമില്ല നമ്മുടെ കത്രികയുടെ. അപ്പോൾ നമുക്കിനി അതുപോലെ സൂചി വെച്ച് മുഴുവനായിട്ട് ചുറ്റിയെടുത്തിട്ട് ഒരു സ്റ്റിക്കാക്കി എടുക്കാൻ. ഇടയ്ക്ക് നല്ല കാറ്റ് വരുന്നുണ്ട്, അതാണ് ഇങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ പാറി പോകുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് മുഴുവനായിട്ട് ചുറ്റിയിട്ട് പശ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ചുറ്റിയെടുത്ത് പശ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് അതുപോലെ 3 എണ്ണാക്കി കട്ട് ചെയ്യണം. ഇവിടെയാണ് നമ്മൾ ചിലയിടത്ത് പാളുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്യുമ്പോൾ ചിലയിടത്ത് ശരിയാകുന്നില്ല എന്ന് കുറേ കമൻറ്റ് വന്നിരുന്നു കേട്ടോ. ഒരു ഫസ്റ്റത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ് ഞാൻ ഇപ്പോൾ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ഫസ്റ്റത്തെ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയുക. ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സൊക്കെ ടേൺ ഓഫ് ആയിട്ടുണ്ട്. അത് എന്താണെന്ന് പ്രശ്നമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഫസ്റ്റത്തെ വീഡിയോയിൽ ടേൺ ഓഫ് ആയിട്ടില്ല. അപ്പോൾ അതിൽ പോയിക്കാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്നാലേ ഏത് വീഡിയോ ഇനി ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുള്ളൂ. അപ്പോൾ അതിനോണ്ടാണ് പറയുന്നത്. പിന്നെ ഞാനൊരു ഗ്രീൻ പേപ്പർ എടുത്തിട്ട് അതിലിതാ 2 ലീഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുറേ ദിവസമായി എൻ്റെ വീഡിയോസൊന്നും ആരും കാണുന്നില്ല, എന്താണെന്ന് എനിക്കറിയില്ല. കുറേ ദിവസമായി ആരും എൻ്റെ വീഡിയോസൊന്നും കാണുന്നില്ല. അപ്പോൾ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മളിത് അതുപോലെ ഇങ്ങനെ മടക്കുക. ഇതുപോലെയാണ് നമ്മൾ മടക്കുന്നത്, ജസ്റ്റ് തിരിച്ച് മടക്കുക. അതായത് അതുപോലെ ആക്കിയിട്ട് അവിടെ അല്പം പശ തേച്ചിട്ട് അതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അല്പം പശ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതുപോലെ നന്നായിട്ട് നെക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഊരി അങ്ങ് പോരും. നമ്മൾ അടുത്ത് അതിൻ്റെ ബാക്ക് ഭാഗത്തും ആക്കിയിട്ട് അതുപോലെ ഒട്ടിച്ചെടുക്കുക. നല്ല നെക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് അങ്ങനെ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് മാത്രം ബാക്കി വെച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ. ഒന്ന് നമ്മുടെ അടിയിൽ ഒട്ടിക്കാനായിട്ട് നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. എല്ലാം ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്തിട്ട് ഇതുപോലെ ഒരു വര വെച്ചിട്ട് ഞാൻ അതിന് ഒട്ടിച്ചു കൊടുക്കുക. വര പോലെ വരച്ചെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമുക്കിത് മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളതിൻ്റെ നടുവിൽ വയ്ക്കണം. ഞാൻ വൈറ്റ് A4 വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇനി നമ്മൾ നടുവിൽ അല്പം പശ വെച്ചിട്ട് അതിന് നടുവിൽ വെച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയില്ലേ കാണാനായിട്ടിപ്പോൾ. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് കയ്യിൽ പിടിച്ചെന്ന് മാത്രം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ക്യാമറയുടെ മുന്നിൽ വെച്ച് ചെയ്യാൻ മറന്നു പോയതാട്ടോ. ഞാൻ ജസ്റ്റ് വെറുതെ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ ക്യാമറയിൽ വെച്ച് ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾ ക്യാമറയിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. ഞാൻ ജസ്റ്റ് ക്യാമറയുടെ മുന്നിൽ കുറേ നേരം ഞാനത് ഒട്ടിച്ചു കൊടുക്കും. കുറേയൊക്കെ സമയം കഴിഞ്ഞിട്ട് അതൊന്ന് ഫിറ്റായി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ കയ്യിൽ വെച്ച് ചെയ്യണതാണ് നിങ്ങൾ കാണാത്തത്. അപ്പോൾ അത് ഞാൻ കറക്റ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ട് കറക്റ്റ് നിൽക്കുന്നില്ല, കുറച്ച് സമയം എടുക്കും നിൽക്കാനായിട്ട്. അപ്പോൾ ഞാനത് മുഴുവൻ കറക്റ്റായിട്ട് നിർത്തി എടുത്തിട്ടുണ്ട്. നമ്മളതിൽ 2 ലീഫും ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് 2ഉം ഒട്ടിച്ചെടുക്കാം. ഞാനത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.